പ്രതിപക്ഷം ഇന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ സമരം, ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നും സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിന് മുമ്പോട്ട് പോയത്. ഇന്ന് മന്ത്രിമാർ നൽകിയത് വിചിത്രമായ മറുപടികളാണ്. തന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് വ്യവസായ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആരോപണം ഉന്നയിച്ചത്. തന്ത്രിക്ക് പ്രത്യേക പരിരക്ഷയൊന്നുമില്ല എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കോടതിയെയാണ് വിമർശിക്കുന്നത് പ്രതിപക്ഷം എന്ന ആക്ഷേപവും മന്ത്രിമാർ ഉന്നയിച്ചു. കോടതിയെ ആക്ഷേപിച്ചത് ഇന്നലെ നിയമമന്ത്രിയാണ്. അതായത് ശബരിമല തന്ത്രിക്കെതിരായി കേസെടുക്കാൻ തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യം അനുവദിച്ച കോടതിയെ ഇന്നലെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രിയാണ്. ഞങ്ങൾ ജനുവരി 11 തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ പറഞ്ഞിരുന്നു, ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത്, എന്ത് ഒഫൻസാണ്, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, ഈ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമാക്കണം SIT എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് തന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും ഇപ്പോഴത്തെ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും എന്താ കാരണം കൊണ്ടാണെന്ന് പൊതുജനത്തോട് പറയാനുള്ള ബാധ്യത അന്വേഷണ സംഘത്തിനുണ്ട്. ഇപ്പൊ പറഞ്ഞതല്ല, ഞങ്ങൾ ജനുവരി 11 ഞാൻ ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞതാണ്. കാരണം ആ റിമാൻഡ് റിപ്പോർട്ട് തൃപ്തികരമല്ലായിരുന്നു. അപ്പൊ 40 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം 41ാം ദിവസം കോടതി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ, ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തെളിവ് പോലും, തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെ എന്തിനാണ് ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണം. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ CPMന്റെ സൈബർ ഇടങ്ങൾ മുഴുവൻ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രെഡിറ്റ് ആണെന്നാണ് അവകാശപ്പെട്ടത്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അവരെ കൺവെൻഷനിലായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്ന CPMന്റെ മുഴുവൻ സൈബർ ഇടങ്ങളിലും മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് തന്ത്രിയെ വരെ ജയിലിലാക്കിയ ആളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ അത് കാണുന്നില്ല. അപ്പൊ അതിന് പറയണത് SIT പറയാൻ ബാധ്യതയുണ്ട്. SITക്ക് അത് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതായത് മുൻ മന്ത്രിക്കും ഇപ്പോഴത്തെ മന്ത്രിക്കും എതിരായി ആരോപണം വന്ന സമയത്താണ് 3 പ്രധാനപ്പെട്ട CPM നേതാക്കൾ സ്വർണ്ണ മോഷണത്തിൽ ജയിലിൽ കിടന്ന സമയത്ത്, CPM പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്ത്രിയിലേക്ക് ഈ അന്വേഷണം പോയത്. അപ്പൊ അന്ന് തന്നെ ഞങ്ങൾ ആ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ആ സംശയം ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്ത് കാരണത്തിന്റെ പുറത്തും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലുമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് SIT വ്യക്തമാക്കണം. ഇപ്പോ മന്ത്രിമാര് തന്ത്രിക്ക് പ്രത്യേകമായ പരിരക്ഷയൊന്നും ഇല്ല എന്ന് പറയും. പക്ഷെ ഒരു പൗരനുള്ള പ്രത്യേകമായ പരിരക്ഷ വേണമല്ലോ. തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരു പൗരൻ അറസ്റ്റ് ചെയ്യപ്പെടാമോ? പ്രത്യേക പരിരക്ഷയൊന്നും വേണ്ട. ഏത് പൗരനുമുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ? എല്ലാ പൗരന്മാർക്കും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. നമ്മളെ ഒരു അനാവശ്യമായ ഒരു കാര്യത്തിൽ അറസ്റ്റ് ചെയ്ത് 40 ദിവസം ജയിലിലിടാൻ പാടില്ലല്ലോ. ആ പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് കോടതി വിധി പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങളെ മുഴുവൻ ഈ ഗവൺമെന്റ് ഉപയോഗിക്കുകയാണ്. ഏറ്റവും അവസാനം പുറത്തു വന്നത് ഡാറ്റ മോഷണമാണ്. ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്ന സ്പാർക്കിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഡാറ്റ മോഷണം നടത്തിയിരിക്കുന്നത്. ഡാറ്റാ മോഷണം പാടില്ല എന്ന് ഹൈക്കോടതി വിധിയുണ്ട്, നിയമങ്ങളുണ്ട്. ഒരാളുടെയും വ്യക്തിപരമായ വിവരങ്ങൾ അയാളുടെ അനുവാദമില്ലാതെ പുറത്തു കൊടുക്കാൻ പാടില്ല. അപ്പൊ സ്പാർക്കിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സോഷ്യൽ മീഡിയ വിഭാഗം എങ്ങനെയാണ് ഈ ഡാറ്റാ മോഷണം നടത്തിയത്, അവർക്കെതിരായി കേസെടുത്ത് അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് ചെയ്ത സംവിധാനത്തിനെതിരെ ഡേറ്റാ മോഷണമാണ്. ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പോവാണ്. നേരത്തെ നവകേരള സർവേ നടത്താൻ പോയത് ആദ്യം പാർട്ടിയാണ് സർക്കുലർ ഇറക്കിയത്, വോളണ്ടിയർമാരാകണം DYFIക്കാർ. അതിനുശേഷമാണ് അവർക്ക് പണം കൊടുക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിട്ടത്. അപ്പൊ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നാട്ടുകാരുടെ നികുതി പണത്തിൽ നിന്നും DYFIക്കാരെ കൊണ്ട് ചെയ്യാനുള്ള ശ്രമമാണ് കോടതി തടഞ്ഞത്. കോടതി ഉത്തരവിലൂടെ അത് തടഞ്ഞു. ഞങ്ങളാണത് ചോദ്യം ചെയ്തത് കോടതിയിൽ. ഇപ്പൊ അതിനുവേണ്ടി സുപ്രീം കോടതി പോയിരിക്കുകയാണ്. അതായത് ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണം കൊണ്ട് DYFIക്കാർക്ക് പൈസ കൊടുത്ത് തെരഞ്ഞെടുപ്പ് CPMന് പ്രചരണം നടത്തണം.
പല ജില്ലകളിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞിരിക്കുകയാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ ട്രൈബൽ കോളനികളിൽ പോയി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വിവരിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. ഔദ്യോഗിക സംവിധാനങ്ങളെ മുഴുവൻ ഇവർ ദുരുപയോഗം ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ നടത്തുകയാണ്. വ്യാപകമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുന്നത്. കോടികളാണ് PRD മുടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി, PRDയെ കൊണ്ടിട്ട് തുടങ്ങി വ്യാപകമായിട്ട്. വിവിധ വകുപ്പുകളെ കൊണ്ട് ഇത് ചെയ്യാണ്. ഡേറ്റ മോഷണം വരെ നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനെതിരായിട്ട് അതിശക്തമായ രാഷ്ട്രീയവും നിയമപരവുമായ നടപടികൾ ഞങ്ങൾ ശക്തമായി സ്വീകരിക്കും. ഒന്നാമത്തെ കാര്യം, ഇന്ന് ഇടുക്കിയിൽ സമ്മതിക്കാം പൊതുയുഗത്തിനായി എന്നുള്ള ചർച്ച നടത്തും. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കും. ഒരുപാട് പ്രശ്നങ്ങൾ, ഗവൺമെന്റിന്റെ അനാസ്ഥയും ഗവൺമെന്റിന്റെ അവഗണനയും കോടതികളിലെ വ്യത്യസ്തമായ വിരുദ്ധമായ നിലപാടുകളും കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പ്രയാസപ്പെടുകയാണ് ഒരു ജില്ലയിൽ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഭൂമി പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഈ ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് UDF അധികാരത്തിൽ വരുമ്പോൾ ശാശ്വതമായ പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പുകൊടുത്തിട്ടുണ്ട്. ഈ ജില്ലയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇടുക്കി ഡോക്യുമെന്റ് ഞങ്ങൾ തയ്യാറാക്കുകയും സമയബന്ധിതമായി ഇടുക്കി ജില്ലയിൽ നിന്ന് ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്നും അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇടുക്കി ജില്ലയിൽ പ്രത്യേകമായ കോൺക്ലേവ് നമ്മുടെ ബഹുമാനായ MP-യുടെ നേതൃത്വത്തിൽ നടത്തി. അന്നും ഞങ്ങൾ ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇന്നും സമാനമായ വിഷയങ്ങളാണ് കൂടുതൽ ഉയർന്നു വന്നത്. അതിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും. അത് സർക്കാരല്ലേ ആണ് തീരുമാനമെടുക്കേണ്ടത്. നിയമസഭാ സ്പീക്കറും സർക്കാരും ചേർന്നാണ് തീരുമാനമെടുക്കേണ്ടത്. കാരണം ഇതിനകത്ത് യാതൊരു പ്രസക്തിയില്ല. കാരണം ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പുതിയ ബഡ്ജറ്റ് ഉണ്ടാവും. ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. അല്ല, അവര് തീർച്ചയായിട്ടും അവര് ചെയ്യട്ടെ. അവരെന്താ തീരുമാനം എടുക്കട്ടെ. തീരുമാനം എടുക്കാതെ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞത് ഇനി കൊടുക്കുന്ന പട്ടയങ്ങൾക്ക് ഇത് ചെയ്യും. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളയും. കാരണം ഓൾറെഡി പട്ടയം കൊടുത്ത ആളുകൾ അവിടെ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും ഫീസ് ഈടാക്കാൻ പറ്റില്ല. ഫീസ് ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ ഫീസ് ഈടാക്കാൻ പാടില്ല. അവർ ഓൾറെഡി അവിടെ കെട്ടിടം പണിതപ്പോൾ തന്നെ ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചിട്ട് പണം കൊടുത്തിട്ടാണ് അവരത് ചെയ്യുന്നത്. ഓൾറെഡി പണം കൊടുത്തിട്ടാണ് അവരവിടെ കെട്ടിടം പണിതിരിക്കുന്നത്. ഇനി വീണ്ടും അവരിൽ നിന്ന് പണം ഈടാക്കുന്നത് വീണ്ടും അവരെ പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമാണ്. അതിന് ഞങ്ങൾ കൂട്ടുവെക്കില്ല. പല സ്ഥലത്തും പല ജില്ലകളിൽ നിന്നും സമാനമായ പരാതികൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ജോലി കൊടുക്കാൻ എന്നുള്ള ഓഫർ കൊടുത്തിട്ട് ജോലി കൊടുത്തിട്ടില്ല. ആദ്യത്തെ 5 ലക്ഷം കൊടുത്തിട്ട് രണ്ടാമത്തെ 5 ലക്ഷം കൊടുത്തിട്ടില്ല. പിന്നെ വന്യജീവി ആക്രമണം തടയാൻ ചെറുവിരൽ പോലും അനക്കാതെ നിസ്സംഗരായിരിക്കുന്ന സർക്കാരാണ്. ഫണ്ട് അലോക്കേഷൻ ഇല്ല. ഉള്ള അലോക്കേഷൻ പോലും ചെലവാക്കുന്നില്ല. വന്യജീവി ആക്രമണം തടയാൻ UDF സർക്കാർ വരുമ്പോൾ സമഗ്രമായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നടപ്പാക്കും. അതിൽ പരമ്പരാഗതമായ സംവിധാനങ്ങളെയും ആധുനികമായ സംവിധാനങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു സമഗ്രമായ പദ്ധതി വന്യജീവി ആക്രമണം തടയാൻ UDF സർക്കാർ കൊണ്ടുവരും. ഞാൻ ഇതിനു മുമ്പ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവരെല്ലാം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഈ മന്ത്രി നടത്തിയിരിക്കുന്ന അന്വേഷണവും ഉത്തരവുകളും അന്വേഷണ റിപ്പോർട്ടുകളും കൂടി ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഹാള് പണിയേണ്ടി വരും വേണ്ടും. കാരണം അതിന്റെ വോളിയംസ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടന്നിരിക്കുന്നത്. എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. വ്യാപകമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കത്രിക 5 വർഷം വയറ്റി കുടുങ്ങിയതിനുള്ള മറുപടി 50 കൊല്ലം കത്രിക വയറ്റി കിടന്നാലും കുഴപ്പമില്ലെന്നാണ്. ഇന്നിവിടെ വന്ന പരാതികളിൽ വ്യാപകമായി വന്ന പരാതികൾ ഇടുക്കി ജില്ലയിലെ റോഡുകൾ വളരെ മോശമാണെന്നും ടൂറിസം വരെ അതിനെ ഗൌരവതരമായി ബാധിക്കുന്നുണ്ടെന്നും റോഡുകൾക്ക് വീതിയില്ലെന്നും നല്ല റോഡുകളില്ല. ഒരു റോഡ് മാത്രമേ പണിതാൽ പോരല്ലോ. ഹൈവേയുടെ ഇവിടെ നേര്യമംഗലത്തു നിന്ന് തുടങ്ങി വളറ വരെയുള്ള റോഡിന്റെ വിഷയത്തിൽ എന്താണ് ചെയ്തത്? ആരെ കൊണ്ട് കേസ് കൊടുത്തപ്പോ വനം വകുപ്പ് പറഞ്ഞു അത് വനഭൂമിയാണെന്ന്, അല്ലേ? റവന്യൂ വകുപ്പ് പറഞ്ഞത് റവന്യൂ ഭൂമിയാണെന്ന്. വ്യത്യസ്തമായ അഭിപ്രായം കോടതിയിൽ പറഞ്ഞു. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം കോടതി അത് സ്റ്റേ ചെയ്തു. ഒരേ സർക്കാരിന്റെ തന്നെ 2 ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ കൊടുത്തു. അതിനുശേഷം രണ്ടാമത് അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവുണ്ടായി. അപ്പൊ ഹൈപ്പവർ കമ്മിറ്റി വെച്ചു. ഡിലേ ചെയ്യിപ്പിക്കുകയാണ്. മൂന്നാർ റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ഡിലേ ചെയ്യിപ്പിക്കുകയാണ്. ഒരു റോഡ് പണിതിട്ട് അതിൽ കൂടി ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന് അയാൾക്ക് പൈസ കൊടുത്തിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. അയാൾ അതല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. അയാൾക്ക് കാശ് കൊടുത്ത് കൊണ്ടുവരുന്ന ഒരാൾക്ക് അതല്ലാതെ പറയാൻ പറ്റില്ല. ഒരു റോഡ് പണിതിട്ട് അതിൽ കൂടി ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്നിട്ട് നല്ല റോഡാണെന്ന് പണിയിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അനധികൃതമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള റവന്യൂ ഭൂമി ഫോറസ്റ്റ് ലാൻഡായി പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാത്തിന്റെ ഡീനോട്ടിഫിക്കേഷൻ വരും. UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇവര് ഡീനോട്ടിഫൈ ചെയ്യാം. തെറ്റായി നോട്ടിഫൈ ചെയ്താണ്.
ഇപ്പോൾ VS അച്യുതാനന്ദന്റെ കാലത്തും ഈ സർക്കാരിന്റെ 10 വർഷത്തിനിടയിൽ 54,000 ഏക്കർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതിൽ ഭൂരിഭാഗവും റവന്യൂ ലാൻഡാണ്. ആ റവന്യൂ ലാൻഡ് തെറ്റായ രീതിയിൽ ഫോറസ്റ്റ് ലാൻഡായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഉറപ്പായി ഡീനോട്ടിഫൈ. ഈ ഗവൺമെന്റ് വാക്കുകൊടുത്തെങ്കിലും ചെയ്തില്ല. ഈ ഗവൺമെന്റ് എന്നിട്ട് അത് ഡീനോട്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞു, പരാതി പറഞ്ഞപ്പോ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നോട്ടിഫൈ ചെയ്തിട്ട് നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഫോറസ്റ്റ് ലാൻഡാണ്, ഫോറസ്റ്റ് സ്റ്റാറ്റസ് ആണ്, RF സ്റ്റാറ്റസ് ആണ്, റിസർവ് ഫോറസ്റ്റിന്റെ സ്റ്റാറ്റസ് ആണ്. അത് ഡീനോട്ടിഫൈ ചെയ്യാതെ അത് റവന്യൂ ലാൻഡ് ആവില്ല നിയമപരമായിട്ട്. അത് അങ്ങനെ. അപ്പൊ കോടതിയെ കുറിച്ച്, കോടതിക്കെതിരായിട്ടാണ് പറഞ്ഞത്. ഒരു കോടതി വിധിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കോടതി വിധി എന്താ പറഞ്ഞിരിക്കുന്നത്? തന്ത്രിയെ കേസിൽ കുടുക്കി ജയിലിൽ കിടത്തേണ്ട ഒരു തെളിവിന്റെ കണിക പോലും ഇല്ല. ഒരു തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 40 ദിവസം ജയിലിൽ കിടത്തി ഞങ്ങൾ മിണ്ടായിരിക്കണം. BJP ഒന്നും പറഞ്ഞില്ല. BJPക്ക് ഇപ്പോഴാണ് പറയണത്. ഞങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം എന്റെ പത്രസമ്മേളനത്തിലുണ്ട്. ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്, ആ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്താണ് എന്ന് പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ട ബാധ്യത SITക്ക് ഉണ്ട്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടന്നോട്ടെ എന്നും പറഞ്ഞു. അതല്ല കോടതിയല്ലേ പറഞ്ഞത്? കോടതിയാണ് പറഞ്ഞത്. ഒരു കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കോടതിക്ക് എതിരായിട്ടാണ് ഇന്ന് മന്ത്രിമാര് സഭയിൽ സംസാരിച്ചത്. കോടതി വിധിക്ക് എതിരായിട്ടാണ് പറഞ്ഞത്. ഒരു കോടതി പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. മനസ്സിലായി? അവരുടെ ഒബ്ജക്ഷൻ മുഴുവൻ, SITയുടെ ഒബ്ജക്ഷൻ മുഴുവൻ കേട്ടിട്ടാണ്. an iota of evidence, there is not even an iota of evidence എന്ന് പറഞ്ഞു. തെളിവിന്റെ കണിക പോലും ഇല്ലാന്ന്. അല്ല, തന്ത്രിക്കല്ല, ഒരു പൗരന് പരിഗണന നൽകണ്ടേ? ഒരു പൗരന്. അതല്ല എന്റെ ചോദ്യം. തന്ത്രിക്കും പരിഗണന കൊടുക്കണം. തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് പറയണം. പിന്നെ പൗരൻ എന്നുള്ള പരിഗണന കൊടുക്കണ്ടേ? താങ്കളെ പിടിച്ച്, താങ്കൾ ചെയ്യാത്തൊരു തെറ്റിന് പിടിച്ച് 40 ദിവസം ജയിലിൽ കിടത്തിയാൽ ഞാൻ താങ്കൾക്ക് വേണ്ടിയും പറയും. PC ജോർജാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞില്ലല്ലോ. അത് നമ്മുടെ ഭാഗ്യമെന്ന് നമ്മൾ വിചാരിക്കാം.